അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ ചെയ്തത്. ഫസ്റ്റ് ഷെൽ കണ്ടെയ്ൻ ഓൺലി വൺ സബ് ഷെൽ. ഫസ്റ്റ് ഷെൽ കണ്ടെയ്ൻ ഓൺലി വൺ സബ് ഷെൽ. സെക്കൻഡ് ഷെൽ കണ്ടെയ്ൻ ടു സബ് ഷെൽസ്. അതായത് സെക്കൻഡ് ഷെൽ that is first shell, second shell contain two subshells. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. 2 സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 8. ഇനി തേർഡ് ലെവലിൽ എത്ര സബ് ഷെൽസ് ആയിരിക്കും? തേർഡ് ഷെൽ കണ്ടെയ്ൻ 3 സബ് ഷെൽസ്. അതിന്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഷെല്ലിൽ എസ്, സെക്കൻഡ് ഷെല്ലിൽ എസ് പി, തേർഡ് ഷെല്ലിൽ ഏതൊക്കെയായിരിക്കും? എസ് പി ഡി എന്ന് പറഞ്ഞ് എസ് പി ഡി എഫ്. ഏതാ? എസ് പി ഡി എഫ്. First shell contain only S subshell. Then second shell contain S and P. Third shell contain S, P and D. അപ്പോൾ എത്ര ഹൗസസ് നമ്മൾ വരയ്ക്കേണ്ടി വരും? 3 houses. Okay. First 1 2 3. ഇനി ഫസ്റ്റ് എസിൽ എത്ര മാത്രമേ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി വൺ റൂം എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് only 2 persons. Only 2 electrons are there. Then second subshell, second ഇതില് P ൽ എത്ര റൂംസ് ആണെന്ന് പറഞ്ഞു? 1 2 3 അല്ലേ? അപ്പൊ എത്ര വെച്ചു? 2 2 2. that is 6 electrons. ഇതില് 6 electrons. S ല് 2 electrons. Then P ല് D 1 2 3 4 and 5. എത്ര വെച്ച് വരും? 2 2 2 2 2. that is 5 2s are there. 5 2s means 10. അതായത് ഇതിന്റെ പേരെന്താണ്? എസ് പി ഡി. ഡി കണ്ടെയ്ൻ 10 ഇലക്ട്രോൺസ്. ഇത് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡി സബ് ഷെല്ലില് എത്ര എണ്ണം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും? 10 വരെ ഓക്യുപ്പൈ ചെയ്യാം. പിയില് 6 വരെ. ഇത്രയും ഓക്യുപ്പൈ ചെയ്യാൻ പറ്റൂ. അത് എപ്പോഴും ഫിക്സഡ് ആണ്. എസ് ഓർബിറ്റ് ക്യാൻ ഓക്യുപ്പൈ ഓൺലി 2 ഇലക്ട്രോൺസ്. അപ്പോ ഇത്രയും കിട്ടിയോ? ഫസ്റ്റ് ഷെല്ലില് ഒരു സബ് ഷെല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഷെല്ലില് ഒരേ ഒരു സബ് ഷെൽ. സെക്കൻഡ് ഷെല്ലില് 2 സബ് ഷെൽസ്. തേർഡ് ഷെൽ കണ്ടെയ്ൻ 3 സബ് ഷെൽസ്. ഇനി ഫോർത്ത് ഷെല്ലാണെങ്കിലോ 4 സബ് ഷെൽസ്. അത് ഏതൊക്കെയാണ്? ഇവിടെ എസ്, എസ് പി, എസ് പി ഡി, എസ് പി ഡി എഫ്. ഓക്കെ. ഇനി നമുക്കൊന്ന് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കാം. ഇത് ഏത് ഷെല്ലായിരുന്നു? കെ എൽ. ദിസ് ഇസ് എം. എം എന്ന് പറയുന്ന തേർഡ് എനർജി ലെവൽ, തേർഡ് ഷെൽ. അത് എത്രയായിരുന്നു? ഇവിടെ 2 പ്ലസ് 6 8. 8 പ്ലസ് 10 18 ഇലക്ട്രോൺസ്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, തേർഡ് ഷെൽ കണ്ടെയ്ൻ 18 ഇലക്ട്രോൺസ്, ഫോർത്ത് ഷെൽ കണ്ടെയ്ൻ 32 ഇലക്ട്രോൺസ്. അതൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുവാണ്? അവർ ഇരിക്കാനായിട്ട് ഓരോ റൂം കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നും പഠിക്കാനില്ല. ഇനി നമുക്കറിയാം ഫോർത്ത് ഷെൽ എന്ന് പറയുമ്പോൾ എത്ര വീടുണ്ടാകും? ദാറ്റ് ഈസ് okay, this only one room. This is 3 rooms. 1 2 3. Next 5 rooms. 1 2 3 4 and 5. This contain 7 rooms. ചെറുതായിപ്പോയി. വെരി സോറി. 1 2 3 4 5 6 and 7. അതായത് that contain 7 into 3, 7 into 2, that is 14 electrons are there in this D. Okay, this is S, P, D, this is F ആണ്. F, D contain എത്രയെന്നാ പറഞ്ഞ? 10. P can occupy 6 electrons. S can occupy 2 electrons. Okay.
Okay, now listen here. How many subshells are in this fourth shell? In this fourth shell, that is fourth shell, what is its name? N shell. How many electrons are there? 2, 2 plus 6, 8, 8 plus 10, 18, 18 plus 14, 18 plus 10, 28, 28 plus 4, 32 electrons. That is fourth shell. Fourth shell can occupy a total number of 32 electrons. They are classified as S, P, D, F. They are filled in S subshell, P, D, F. ഈ സബ്ഷെൽസിലായിട്ട് അതിനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കും. ഇത്രയും കിട്ടിയോ? ഇത് ഞാൻ ജസ്റ്റ് ഒരു ഹൗസ് വെച്ച് വരച്ചത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെയല്ല. ദേ കണ്ടെയ്ൻ ഇങ്ങനെയുള്ള സർക്കുലർ പാത്സ്, 3-dimensional circular pathsലാണ്. They are revolving. The electrons are revolving in the circular paths. These energy levels or shells contain subshells. അത് എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു ദ എത്ര സബ്ഷെൽസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ദ ഷെൽ. ഫസ്റ്റ് ഷെൽ കണ്ടെയ്ൻ ഓൺലി 1 subshell. Second shell contain 2 subshells. Third shell contain 3 subshells. അങ്ങനെ പോകും. Okay. Which are the names represented? Which are the names representing subshells? They are S, P, D, F. S ൽ എത്ര occupy ചെയ്യാൻ പറ്റും? 2. P can occupy 6 electrons. D occupies 10 electrons. And F can occupy 14 electrons. Okay. Okay, again, number of electrons can be calculated by using the equation 2n square, where n is the number of shell. എത്രാമത്തെ shell ആണെന്ന് ഇട്ട് കൊടുത്താൽ മതി. Okay, this is the first shell, this is second shell, third, fourth. Okay, K, L, M, N. ഇതില് how many subshells are there? അതെങ്ങനെ calculate ചെയ്യുന്നത്? First shell contain only one subshell. Second shell contain how many subshell? Second അല്ലേ, number of shell എത്രയാണ്, എത്രാമത്തെ ഷെൽ ആണെന്ന് നോക്കിയിട്ട് അത്ര സബ്ഷെൽ ഉണ്ടാവും. രണ്ടാമത്തെ ഷെൽ ആയതുകൊണ്ട് 2 subshells. തേർഡ് ഷെൽ ആയതുകൊണ്ട് 3 subshells. എങ്ങനെയാണ്? S, SP, SPD, SPDF. എത്ര ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് എസില്? S can occupy 2 electrons. P can occupy 6 electrons. D can occupy 10 electrons. F can 14 electrons. Okay, ഒന്നുകൂടി എന്ന് പറഞ്ഞു നോക്കി. S can occupy maximum 2 electrons. P can occupy maximum 6 electrons. അതിൽ കുറവേ ഉള്ളൂ എങ്കിൽ അത്ര occupy ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ can occupy maximum number അല്ല എത്രയാണ്? That is 6. D can occupy a maximum number of 10 electrons. F can occupy maximum number of 14 electrons. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ K ഷെല്ല്, M ഷെല്ല് എത്ര സബ്ഷെൽസ് ഉണ്ടാകും? M ഷെല്ലില് എത്രാമത്തെ ഷെല്ലാണെന്ന് കൗണ്ട് ചെയ്തേ? K, L, M. That is the third shell. So it contain how many subshells? 3 subshells. ഇനി N shell. N shell എത്രാമത്തെ ഷെല്ലാണ്? 1, 2, 3, 4. അതിൽ that contain 4 subshells. Okay. ഇനി next question. Which subshell is common to all shells? Which subshell is common to all shells? ഏത് സബ്ഷെല്ലാണ് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത്? ഇതിൽ എസ് ഉണ്ട്, എസ് ഉണ്ട്, ഇതില് അല്ലേ? ബാക്കി ഏതില് ഉണ്ടോ? ബാക്കി എല്ലാത്തിലും പി ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഷെൽ കണ്ടെയ്ൻ ഓൺലി എസ് subshell. So which is the subshell common to all shells? അത് ഏത് ഷെല്ലാണ്? ഏത് സബ്ഷെല്ലാണ്? ദാറ്റ് ഈസ് എസ് സബ്ഷെൽ. ഇത്രയും കാര്യം കിട്ടിയോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇനി സബ്ഷെൽസിന്റെ എണ്ണം നോക്കുന്നത് എത്രാമത്തെ ഷെല്ലാണ്? ഫസ്റ്റ് ഷെൽ contain only 1 subshell. Second shell contain only 2 subshells. Third shell contain
3 subshells. Fourth shell contain 4 subshells. Okay. ഇനി കോമൺ ആയിട്ട് വരുന്ന സബ്ഷെൽ ആണ് എസ് അല്ലേ? ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. ലിസൺ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ SPDF എങ്ങനെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എസ്സില് അതായത് എത്ര റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരെണ്ണം. പിയില് എസ്സില് 1 റൂം എന്ന് പറഞ്ഞു, പിയില് 3 റൂം എന്ന് പറഞ്ഞു, ഡിയില് 5 റൂം എന്ന് പറഞ്ഞു, എഫില് 7 റൂംസ് എന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ ഓഡ് നമ്പേഴ്സ് അറിയാലോ, 1, 3, 5, 7, 9 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. നമുക്കറിയാം ഒരു റൂമിൽ മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എത്രയാണ് ഇലക്ട്രോൺസ്? ഓൺലി 2. ഒരു റൂമിൽ മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഒരു റൂമേ ഉള്ളൂ എങ്കിൽ ഇതിൽ എത്രയായിരിക്കും? ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ഓക്യുപ്പൈ? 2. ഇനി 3 റൂംസ് ആയതുകൊണ്ട് ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ഓക്യുപ്പൈ? 3 into 2 ചെയ്താൽ പോരെ? That is 6. Then D contain 5 rooms, so it can occupy 5 into 2 അല്ലേ? ഒരു റൂമില് 2 പേരാണെങ്കിൽ 5 റൂമില് 5 into 2, that is 10 electrons. Then 7 rooms are there in the F subshell. F subshell contains 7 rooms, so it can occupy എത്രയായിരിക്കും? 7 into 2, that is 14 അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. എഫ് സബ്ഷെല്ലില് എത്ര റൂംസ് അല്ലെങ്കിൽ എത്ര ഓർബിറ്റുകളുണ്ട്? ഓർബിറ്റൽ അല്ല, ഓർബിറ്റ്സ്. എത്രയാ? ഹൗ മെനി ഓർബിറ്റ്സ് ആർ ദർ? 1. P contain 3, then D 5, F 7. ഇതിൽ എത്ര മാക്സിമം ഇലക്ട്രോൺസ് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യുക. മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് 2, 6, 10, 14. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നല്ലോണം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നത് 2 പാർട്ടായിട്ടാണ്.